ഹലോ, അപ്പൊ നമുക്കിന്ന് അപ്പൂപ്പന്റെ വീട്ടിലോട്ട് പോയാലോ? അപ്പൂപ്പന്റെ വീട് കോട്ടയത്താ. അന്നേരം നമ്മൾ ഇന്ന് കാർ എടുത്തിട്ട്, ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് നമ്മൾ കാർ എടുത്ത് പോവാൻ വിചാരിച്ചു. നമ്മൾ രാവിലെ ഒരു 8:30 ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് ഒരു 9 മണി 9:30 ഒരു ശരവണയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നമ്മൾ കഴിച്ചത് ഇഡലി, ഗീ റോസ്റ്റ്, പൂരി അതെല്ലാമാണ്. പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് പോയി. മഴ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. മരങ്ങളെല്ലാം കാണാൻ നല്ല വ്യൂ ആയിരുന്നു. എല്ലാ പ്രാവശ്യവും ഞാൻ കോട്ടയത്ത് പോകുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഉറങ്ങിയില്ല, അതുകൊണ്ട് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റി. ഇതാണ് 4 മണിക്കാറ്റ്. അന്നേരം അവിടെ നമ്മൾ ഒന്ന് നിർത്തി ഒന്ന് ഫോട്ടോ എല്ലാം എടുത്ത്. അതെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിലെ പോകുമ്പോൾ ഭയങ്കര മഴയായതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഇറങ്ങി അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. പിന്നെ അവിടെ ഒരു ചക്ക കണ്ടപ്പം നല്ലൊരു പോസ് കിട്ടിയിട്ടുണ്ട്, ചക്ക കഴിക്കുന്ന പോസ്. പിന്നെ ഇതൊരു സ്ലൈഡാ, പക്ഷെ ആരും ഉപയോഗിക്കാത്ത സ്ലൈഡാന്ന് തോന്നുന്നു. എന്നിട്ട് അവസാനം പൊന്നൻ കേറിയാലോ വിചാരിച്ചു. പകുതി എത്തിയപ്പോഴത്തേക്കും ആ ഹൈറ്റ് കണ്ട് ഒന്ന് പേടിച്ചു പോയി. പിന്നെ ഞാൻ അവിടെ താഴെ നിക്കാന്ന് പറഞ്ഞേരം ഓക്കെ എന്ന് പറഞ്ഞു പോയി. ഞാൻ ആ ചക്ക കണ്ട് ഭയങ്കര ഇതായി നിൽക്കുന്നത്. ഞാൻ ആ ചക്കേനെ കഴിക്കാൻ നോക്കാം. ഇത് ഒരു മരം പോലെയാണ്. പിന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയി. ബാക്കില് നല്ല രസമുണ്ടായിരുന്നു, എന്തോ ഒരു പാടം പോലെയായിരുന്നു, നല്ല ഗ്രീനറി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം ആയപ്പോഴത്തേക്കും മഴ തുടങ്ങി. പിന്നെ നമ്മൾ എത്താനായി. അമ്മ വലിയ കാര്യത്തില് ഇവിടുന്ന് നോക്കിയാല് നമ്മുടെ വീട് കാണുന്നെല്ലാം പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിനെ. ദാ കണ്ടോ? പക്ഷെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയാലാന്ന് മനസ്സിലായത് ആ വഴി ആയിരുന്നില്ല, ഈ ബാക്കിൽ നേരത്തെ കണ്ടൊരു വഴിയായിരുന്നു. പിന്നെ നമ്മള് അപ്പൂപ്പന്റെ അടുത്ത് ഇങ്ങനെ എത്താനായി. ഇതാണ് വീട്, നമ്മളെത്തി. അപ്പൂപ്പൻ പുറത്തുണ്ടോ നമുക്ക് നോക്കേ. അപ്പൂപ്പനും ഉണ്ട്, അച്ചുചേട്ടനും ഉണ്ട്.
അച്ചു ചേട്ടൻ നമ്മുടെ കസിനാണേ. അന്നേരം പിന്നെ നമ്മൾ ഉള്ളിൽ പോയി പെട്ടെന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ട് നമ്മൾ കുഴിയാനേനെ തോണ്ടാൻ ഇറങ്ങി. ഇതാണ് കുഴിയാന. ജീവനില്ല ഒരെണ്ണം ഉണ്ടായിന്. പിന്നെ നമ്മള് വൈകുന്നേരം ആയാലും കുളിച്ച് റെഡിയായി നമ്മൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. അവിടെ കുറേ അമ്പലമുണ്ട്. നമ്മള് കുറേ അമ്പലത്തില് പോയി. 1-2 അമ്പലത്തിൽ പോയി നേരത്തെ ഇറങ്ങി. ചില അമ്പലത്തിൽ നമ്മൾ പുറത്തുനിന്ന് മാത്രമേ തൊഴുതുള്ളൂ. നട തുറക്കേണ്ട സമയം ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ അമ്പലങ്ങളൊന്നും കണ്ടിട്ടില്ല, ഇവിടുത്തെ സ്ഥലമൊന്നും കുറെ കണ്ടിട്ടില്ല. അന്നേരം അപ്പൂപ്പൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. അങ്ങനെ കുറെ അമ്പലത്തിൽ പോയി. പിന്നെ നമ്മൾ ഒരു 5 മണിയായപ്പം, കറക്റ്റ് 5 ആയപ്പം പഞ്ചിക്കാട് എത്തി. അവിടെ നട തുറക്കുന്ന സമയം ആയിട്ടേ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അന്ന്. മഴയൊന്നും ഉണ്ടായില്ല. ഭാഗ്യത്തിന് നമ്മൾ ഉള്ളിൽ കയറി എല്ലാം തൊഴുത്. ഉള്ളിൽ കയറി പകുതി ആയപ്പോഴാണ് ശരിക്കും മഴ തുടങ്ങിയത്. ഇത് താഴോട്ട് ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പം ഇങ്ങനെ എന്തോ ഒരു റൈഡിലെല്ലാം പോകുന്ന പോലെ ഉണ്ട്. വീഴാൻ പോകുന്ന പോലെ ഉണ്ട്. ആ സ്റ്റെപ്പ് അങ്ങനത്തെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് കൊറേ സ്റ്റെപ്പ് ഇല്ലേ. അന്നേരം ഇങ്ങനെ ആ ഒരു ടൈപ്പ് അമ്മ വഴുതി വീഴാൻ പോയിണ്ടോ. കണ്ടിട്ടുണ്ടായത് ഇല്ല. ഇനി ആദ്യമായിട്ട് ഇതെല്ലാം കാണുന്നത്. ഇതാണ് നട ഉള്ളിലേക്ക് പോകുന്നത്. പിന്നെ താഴെ പോയി. ഇതാണ് ഡാൻസും ഇത് നടക്കുന്ന സ്റ്റേജ്. നമ്മള് കുഞ്ചുനെ എഴുത്തിനിരുത്തിയ സ്ഥലം നമ്മൾ ഇവിടുന്നായിരുന്നു എഴുത്തിനിരുത്തിട്ടുണ്ടായത്. ഇതാണ് ഇവിടുത്തെ തീർത്ഥക്കുളം. നല്ല മഴ തുടങ്ങി. ആ സമയമാകുമ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങി. നമ്മൾ തൊഴുത് ഇറങ്ങി. അപ്പോഴേക്കും പിന്നെയാണ് നല്ല ഉണ്ണിയപ്പത്തിന്റെ മണം കിട്ടിയത്. എന്നിട്ട് അമ്മ അവിടെ പോയി ചോദിച്ചാൽ അവര് പറഞ്ഞു ഉണ്ണിയപ്പം ഇല്ല, ഒറ്റയപ്പം ഉണ്ട്, പക്ഷെ അതിന് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, അടുത്ത പ്രാവശ്യം വരുമ്പോ നോക്കാം. അടുത്ത പ്രാവശ്യം ബുക്ക് ചെയ്തിട്ട് പോവാം. അടുത്ത പ്രാവശ്യം ബുക്ക് ചെയ്തിട്ട് വന്നാല് കിട്ടും. ഞാൻ പ്രസാദവും കൊടുത്തു. 2-3 പെന്നും വാങ്ങിച്ചു. അവിടെ പൂജിക്കുന്ന ഒരു ഇതുണ്ട്, അപ്പൊ അങ്ങനെ അതും വാങ്ങിച്ചു. നമ്മളത് കഴിഞ്ഞ് ഇറങ്ങി. പുറത്ത് കുറച്ച് ടോയ്സ് വാങ്ങണം എന്നും പറഞ്ഞ് നല്ല ബഹളായിരുന്നു ആദ്യം. പക്ഷെ അതൊന്നും തുറന്നില്ല മഴ കാരണം.
നമ്മൾ കുറച്ച് ഫോട്ടോസും എടുത്തു. കറക്റ്റ് നമ്മൾ ഇറങ്ങുമ്പോ അത് മഴ പെയ്തത്. ഇതാണ് ആമ്പലിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മഴക്കാലത്ത് ഫുള്ള് ഈ ഇതിനകത്ത് നിറച്ചും ആമ്പലായിരിക്കും. പിന്നെ അവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. ബോട്ടല്ല, തോണി. തോണി കണ്ടിട്ടില്ലല്ലോ നിങ്ങള്? ഇല്ല. അതാ തോണി. അതാ ഇവിടെ ഞാൻ തോണി ഉദ്ദേശിച്ചത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ പല്ല് തേക്കാൻ ഇറങ്ങിയതാണ് ഞാനും പൊന്നനും കൂടെ. കുറെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം രാത്രി ഭയങ്കര മഴയായോണ്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ കിട്ടിയില്ല. എടുക്കാൻ പറ്റുന്ന അത്രയും എടുത്തു. നമ്മൾ ആ സമയത്ത് ചക്ക മുറിച്ച് കഴിക്കുന്നതിനകത്ത് ഞാനും പൊന്നനും അപ്പൂപ്പനെ ഹെൽപ്പ് ചെയ്തു ചക്ക മുറിക്കാൻ. അപ്പൂപ്പൻ ഓരോന്ന് ഇങ്ങനെ മുറിച്ച് തന്നു. ഞാനും പൊന്നനും കൂടെ ഇരുന്ന് അതിന്റെ ഞാൻ ചൊള പറിച്ചു, പൊന്നൻ അതിന്റെ കുരു എടുത്ത് മാറ്റി. ആ സമയത്ത് ചക്ക പറിച്ചാലും അത് പഴുത്തതായിരുന്നില്ല, പിന്നെ വേറെ ഒരെണ്ണം പറിച്ചാലും അത് പഴുത്തതായിരുന്നു. ആ പഴുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം പഴുക്കാത്തത് കണ്ടേരം ഭയങ്കര സങ്കടമായി പോയി. പിന്നെ കുറച്ചേരം അച്ചുചേട്ടനും നമ്മളും കൂടെ കളിച്ചു. എന്നിട്ട് പിന്നെ ചോറും ഉണ്ട്. ഒരു 3:30 നമ്മള് എറണാകുളത്തേക്ക് തിരിച്ചു പോകാൻ ഇറങ്ങി. അത് കാണുന്ന ആ വീടാണ് അച്ചുചേട്ടന്റെ വീട്. ബൈ 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 ബൈ. ഈ വഴി നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, നല്ല രസമില്ലേ ഇത് കാണാൻ? പൊന്നൻ കിടന്ന് ഉറങ്ങി അതിനിടക്ക്. പിന്നെ നമ്മൾ ഒരു വഴിയിൽ നിർത്തി ഒരു ഡാൻസ് എല്ലാം എടുത്തിട്ട് പിന്നെ അങ്ങ് പോയി. ദൂരെ എത്തിയപ്പോ ഭയങ്കര മഴയാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഒന്നും കാണുന്നില്ല. കണ്ട, ഒന്നും കാണാൻ പറ്റൂല. ഭയങ്കര മഴയാണ്. പക്ഷെ നല്ല തണുപ്പും നല്ല സുഖം ഉണ്ടായിരുന്നു. കാറിന്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്ത് നല്ല മഴ പെയ്യുമ്പോ ഇങ്ങനെ കൂടിയിരിക്കാൻ. അടിപൊളി റോഡായിരുന്നു. കോട്ടയം ടു എറണാകുളം അടിപൊളി റോഡാ, നല്ല സൂപ്പർ റോഡാ. പിന്നെ നമ്മളൊരു ആര്യാസ് കണ്ടപ്പം അമ്മ കാപ്പി കുടിച്ചു, അച്ഛനും അമ്മയും കാപ്പിയും ചായ എല്ലാം കുടിച്ചു. ഞാനും പൊന്നനും ഓരോരോ ഐസ്ക്രീമും കഴിച്ചു.
ഇതാണ് ആര്യാസ്. അപ്പൊ അതും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്. ബൈ ബൈ.